ജനങ്ങൾ മനസ്സിലാക്കിയ വസ്തുതകളുടെ മേൽ ഗവൺമെന്റ് പ്രതികരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. പോസിറ്റീവായ ഒരു കാര്യവും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. മന്ത്രി രാജിവെച്ചില്ലെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് വാസവനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തിയത്. ഇന്നോടുകൂടി സഭ തീരുകയാണ്. ഈ പ്രക്ഷോഭം ഞങ്ങൾ കേരള ജനതയുടെയുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. സഭയ്ക്ക് പുറത്ത് ശക്തമായ പ്രതിഷേധത്തിന്റെ അലയടികൾ ഉണ്ടാകും. അതിനുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പേക്കൂത്ത് ആരാ കാണിക്കുന്നത്? ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മറുപടി ജനങ്ങൾ നൽകിക്കോളും. അതെ, തീർച്ചയായിട്ടും. ഇന്നലെ അദ്ദേഹം മാറി മാറി പറയുകയാണ്. അന്യനാണ് മാറി മാറി പറയുകയാണ്. 2 കോടി രൂപ കേരള ബാങ്ക് കൊടുത്തെന്ന് ആദ്യം പറയുന്നു, ഇപ്പോൾ പറയുന്നു കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. ആരെയാ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഇതെല്ലാം ഈ വൻതോതിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ട് വാസവൻ അവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കും. ഒരക്ഷരം വാസവൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇത്രയും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടും വാസവൻ സഭയിൽ എഴുന്നേറ്റൊരു വാക്ക് പറയാൻ തയ്യാറായിട്ടില്ല. അഴിമതിയും കൊള്ളയും നടത്തുന്ന ഗവൺമെന്റാണിത്. ഈ സർക്കാരിനെതിരെയുള്ള പോരാട്ടം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ സഭയുടെ പുറത്ത് നടത്തും. അല്ല, എല്ലാ മന്ത്രിമാരുടെയും പേരിൽ ഞങ്ങൾക്ക് അവിശ്വാസം തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ മന്ത്രിമാർ ഓരോരുത്തരും അഴിമതിക്കാരാണ്, ഈ സർക്കാർ അഴിമതിക്കാരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ എല്ലാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഇവരെ തള്ളിക്കളയുന്നത്, ജനങ്ങൾ ഇവരെ പുച്ഛിച്ച് തള്ളിക്കളയുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ജനങ്ങൾ പിന്തുണ നൽകാത്തതിന്റെ കാരണം മനസ്സിലാക്കാതെ ഇരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ട കാര്യമില്ല. കേരള ജനത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും ഈ സർക്കാരിനെതിരെ അവിശ്വാസം പാസ്സാക്കിയിട്ടുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ 2 മണിക്കൂർ പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ ഇനി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത്? 2 മണിക്കൂർ പ്രസംഗം കേൾക്കാനാണോ? ഞങ്ങൾക്ക് മനസ്സില്ല. ജനങ്ങൾ അവിശ്വാസ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇതൊരു കെയർ ടേക്കർ ഗവൺമെന്റാണ്. അപ്പോൾ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി എഴുതി കൊടുക്കുന്ന 2 മണിക്കൂർ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവരാഞ്ഞ്. ഞങ്ങളെയല്ല, ജനങ്ങളവരെ മുക്കിക്കൊല്ലും, കൊന്നിരിക്കുകയാണ്. ജനങ്ങൾ അവിശ്വാസം പാസ്സാക്കിയ ഒരു ഗവൺമെന്റാണ്. വാസ്തവത്തിൽ ഇവർക്ക് തുടരാനുള്ള അധികാരമില്ലാത്തതാണ്. കെയർ ടേക്കർ ഗവൺമെന്റാണ്. ഇതൊന്നും പാസ്സാക്കാനുള്ള അധികാരം പോലും ഇല്ലാത്ത ഗവൺമെന്റാണ്. ജനങ്ങൾ ഈ ഗവൺമെന്റിനെ ആഴക്കടലിൽ മുക്കി താത്തിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് വാസ്തവത്തിൽ ഭരിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് സത്യം. കോടതി ഇപ്പൊ പോയിരിക്കല്ലേ? KSUവിന്റെ പ്രസിഡന്റ് അലോഷി കോടതിയിൽ പോയി നവകേരള സർവേ വേണ്ടെന്ന് വെപ്പിച്ചില്ലേ? നവകേരള സർവേ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് 20 കോടി രൂപ മുടക്കി കൊണ്ടുവന്ന നവകേരള സർവേക്കെതിരായി KSUവിന്റെ പ്രസിഡന്റ് അലോഷി കോടതിയിൽ പോയി. കോടതി നിർത്തിവെച്ചില്ലേ? ഈയിടെയായിട്ട് രാജീവിന് എന്തോ ചെറിയ സ്ഥലകാല വിഭ്രാന്തി ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇത് മറന്നുപോയതാണ്. അതേ മറന്നുപോയി കാണും. ഞങ്ങൾ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിച്ചത് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന നവകേരള സർവേ വേണ്ടെന്ന് വെച്ചില്ലേ? ഇതിനു വേണ്ടി ചെലവഴിച്ച പണമുണ്ടല്ലോ, അതിന് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരും. യാതൊരു സംശയവും വേണ്ട.